നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സെപ്റ്റംബർ 22 തുടങ്ങി നമ്മുടെ GSTയിലെ കുറേ ഐറ്റംസ് സ്ലാബ് ചേഞ്ച് ആവുകയാണ്. അതായത് 5 കിടന്ന കുറേ ഐറ്റംസ് 0യിലേക്ക് പോകുന്നു. 12% എന്ന് പറയുന്നത് സ്ലാബ് ഇല്ലാതായിട്ട് 5ലേക്ക് അത് മാറുന്നു. 28 എന്ന് പറഞ്ഞ സ്ലാബ് ഇല്ലാതായിട്ട് അത് 18ലേക്ക് പോകുന്നു. ചില ഐറ്റംസ് 12ൽ നിന്നും 18ലേക്ക് മാറുന്നു. പിന്നെ കുറച്ച് ഐറ്റംസ് 40% എന്ന് പറയുന്ന ഒരു പുതിയ സ്ലാബിലേക്ക് മാറുന്നു. ഇതാണ് GSTയിൽ വരുന്നൊരു മാറ്റം, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ മാറ്റങ്ങൾ ഇൻവാക്സിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ഇൻവാക്സിൽ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ പൂർണ്ണമായും കാണുക. കാരണം നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംഭവിക്കുന്നത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്ക് കസ്റ്റമർ കെയറിലേക്ക് വിളിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു തിരക്കും കാര്യങ്ങളൊക്കെ വരും. പലപ്പോഴും നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യസമയത്ത് നടന്നുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ പൂർണ്ണമായും കാണുക. നിങ്ങൾക്ക് പുതിയ ടാക്സ് ചേഞ്ച് വരുമ്പോൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് വളരെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് നേരിട്ട് തന്നെ ആ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ GST എന്നുള്ള മെനുവിലാണ് നമ്മൾ ഈ പറയുന്ന മാറ്റങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. GSTക്കകത്ത് 2 മെനുവാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന് ചേഞ്ച് ടു IGST ന്യൂ എന്ന് പറയുന്ന മെനുവും രണ്ടാമത്തത് പ്രൈസ് ചേഞ്ച് ഫോർ ന്യൂ ടാക്സ് എന്ന് പറയുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ പ്രൈസ് ചേഞ്ച് ഫോർ ന്യൂ ടാക്സ് എന്ന് പറയുന്നത് റിവേഴ്സ് കാൽക്കുലേഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ക്ലയൻസ് മാത്രം ഉപയോഗിച്ചാൽ മതി. അതായത് ഫോർവേഡ് കാൽക്കുലേഷൻ ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ടാക്സ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. കാരണം ഫോർവേഡ് കാൽക്കുലേഷൻ ചെയ്യുന്ന ആൾക്കാർ അവരുടെ സ്റ്റോക്ക് മാസ്റ്ററിൽ അവരുടെ വില എന്ന് പറയുന്നത് ഓൾറെഡി ടാക്സിന് മുമ്പുള്ള വിലയാണ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ സമയം ബില്ലടിക്കുമ്പോഴാണ് ടാക്സിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റിവേഴ്സ് കാൽക്കുലേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ടാക്സ് അടക്കമുള്ള വിലയായിരിക്കും അവർ സ്റ്റോക്ക് മാസ്റ്ററിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടാവുക. ബില്ലടിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി റിവേഴ്സ് ചെയ്യുന്ന രീതിയായിരിക്കും. അപ്പം നിങ്ങൾ അതിൽ ഏത് കാറ്റഗറിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ബില്ലടിക്കുന്ന സമയത്ത് ഒരു ഐറ്റം ചൂസ് ചെയ്തിട്ട് ക്വാണ്ടിറ്റി ഒന്നെന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന പ്രൈസും റേറ്റും ഒന്നാണോ എന്ന് നോക്കുക. പ്രൈസും റേറ്റും രണ്ടായിട്ടാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ റിവേഴ്സ് കാൽക്കുലേഷൻ ഉണ്ട്. രണ്ടും ഒരുപോലെയാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഫോർവേഡ് കാൽക്കുലേഷനാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സപ്പോസ് ഇപ്പോൾ ഒരു റിവേഴ്സ് കാൽക്കുലേഷൻ ഉള്ള ഒരാളാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, അവർ ടാക്സ് ചേഞ്ച് ചെയ്യുന്നതിന് മുന്നേ അവരുടെ നിലവിലുള്ള വില കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് 28% കിടന്ന ഐറ്റം 18% മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വിലയിൽ ഒരു കുറവ് വരണം. അതുപോലെ തന്നെ 12ൽ കിടന്ന ഐറ്റം 5% മാറുമ്പോൾ അതിൻ്റെ ഒരു വില കുറവ് വരണം. അപ്പോൾ ആദ്യം നമ്മൾ ആ വില കുറച്ചതിന് ശേഷം ആവണം നമ്മൾ ഈ പുതിയ ടാക്സ് ചേഞ്ച് നടപ്പിലാക്കേണ്ടത്. അപ്പോൾ അതിന് ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ GST മെനുവിൽ പ്രൈസ് ചേഞ്ച് ഫോർ ന്യൂ ടാക്സ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിലവിൽ നിങ്ങളുടെ 28% ഐറ്റം ആണെങ്കിൽ ആ HSN കോഡ് ചൂസ് ചെയ്തിട്ട് ന്യൂ GSTയുടെ അവിടെ നമുക്ക് പുതുതായിട്ട് വരാൻ പോകുന്ന GST എത്രയാണോ ആ പെർസെൻറ്റേജ് കൊടുത്തിട്ട് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. റീറ്റെയിൽ പ്രൈസ്, ഹോൾസെയിൽ പ്രൈസ്, നമുക്കുള്ള എല്ലാ പ്രൈസും നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഷോ കൊടുത്തു കഴിഞ്ഞാൽ ആ HSN കോഡിൻ്റെ അണ്ടറിലുള്ള ഐറ്റംസാണ് താഴെ ഡിസ്പ്ലേ ചെയ്യുക. ഐറ്റം കോഡുണ്ട്, ഐറ്റം നെയിമുണ്ട്. അത് കഴിഞ്ഞ് നിലവിലുള്ള പ്രൈസ്, ആ പ്രൈസ് 18% എന്ത് വിലയിലേക്ക് മാറുമെന്നുള്ളതാണ് പ്രൈസ് എന്ന് പറയുന്ന കോളത്തിൽ കിടക്കുന്നത്. അതുപോലെ തന്നെ ഹോൾസെയിൽ പ്രൈസ്, അതിൻ്റെ ഹോൾസെയിലിൻ്റെ ന്യൂ പ്രൈസ്, അങ്ങനെ ഓരോ ഇപ്പോഴത്തെ നിലവിലെ പ്രൈസും ഇത് ടാക്സ് ചേഞ്ച് വരുമ്പോൾ എന്ത് പ്രൈസും വരും എന്നുള്ള സിസ്റ്റം ഓൾറെഡി സ്ക്രീനിൽ കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റാൻഡമായിട്ട് 2-3 വെരിഫൈ ചെയ്തതിന് ശേഷം കറക്റ്റ് ആണെങ്കിൽ അപ്ഡേറ്റ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഷോ കൊടുത്തതിന് ശേഷം വെറുതെ എക്സിറ്റ് ചെയ്യരുത്. അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോയാൽ മാത്രമേ ഈ പ്രൈസ് പുതിയത് നമ്മുടെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആവുകയുള്ളൂ. റിവേഴ്സ് കാൽക്കുലേഷൻ ഉള്ള ആൾക്കാർ മാത്രമാണ് ഇത് ചെയ്യേണ്ടത്. ഫോർവേഡ് കാൽക്കുലേഷൻ ഉള്ള ആൾക്കാർ ഇത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് ശ്രദ്ധിക്കുക. കാരണം ഫോർവേഡ് കാൽക്കുലേഷൻ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, നമ്മൾ വളരെ സക്സസ് ആയിട്ട് ഈ പറയുന്ന പ്രൈസ് ചേഞ്ച് നടപ്പിലാക്കി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് GSTയിൽ തന്നെ ചേഞ്ച് ടു IGST ന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മാറിപ്പോകരുത്. ആദ്യം ചെയ്യേണ്ടത് പ്രൈസ് ചേഞ്ചാണ് റിവേഴ്സ് കാൽക്കുലേഷൻ ഉള്ള ആൾക്കാർ. ഫോർവേഡ് കാൽക്കുലേഷൻ ഉള്ള ആൾക്കാർ ആ മെനുവിനെ കുറിച്ച് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ആപ്പാടെ ചെയ്യേണ്ടത് ഈ ടാക്സ് ചേഞ്ച് മാത്രം നടപ്പിലാക്കിയാൽ മതി. അതിന് ചെയ്യേണ്ടത് GST എന്ന് പറയുന്ന മെനുവിൽ ചേഞ്ച് ടു ന്യൂ IGST എന്ന് പറഞ്ഞ മെനു സെലക്ട് ചെയ്തതിന് ശേഷം നിലവിൽ 28% അല്ലെങ്കിൽ നിങ്ങൾക്ക് മാറ്റപ്പെടേണ്ട HSN കോഡ് ചൂസ് ചെയ്തതിന് ശേഷം ഏത് IGSTയിലേക്കാണ് നമുക്ക് മാറേണ്ടത്. ഓക്കെ, ഈ IGST നമുക്ക് മാറേണ്ടത് 18%ലേക്കാണെങ്കിൽ 18% ചൂസ് ചെയ്തിട്ട് പ്രോസസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ HSN കോഡിൽ ഉണ്ടായിരുന്ന എല്ലാ ഐറ്റവും 28-ൽ നിന്നും 18ലേക്ക് മാറിയിട്ടുണ്ടാവും. ഇത്രയും സിമ്പിളായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ ഈ വീഡിയോ വളരെ ശ്രദ്ധിച്ച് കാണുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുന്നു. ഒന്ന്, ഒരു ബാക്കപ്പ് ആദ്യമേ എടുക്കുക ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് മുന്നേ. 2,
ഈ പറയുന്ന പോലെ നിങ്ങൾ ഫോർവേഡ് കാൽക്കുലേഷൻ ഉള്ള ഒരാളാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളുടെ വില തിരുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ ടാക്സ് മാത്രം ചേഞ്ച് ചെയ്താൽ മതി. റിവേഴ്സ് കാൽക്കുലേഷൻ ഉള്ള ഒരാളാണെങ്കിൽ ഈ പറയുന്ന പോലെ ആദ്യം വില തിരുത്തുക, രണ്ടാമത് നമ്മുടെ ടാക്സ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ കൃത്യമായി നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടുക. സംശയങ്ങൾക്ക് മാത്രം. കഴിവതും ഈ വീഡിയോ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ശരിയാക്കാൻ ശ്രമിക്കുക. ഓക്കെ.